ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു ബൈക്കിലങ്ങോട്ട് വരുന്നത് കണ്ടോണ്ട് നമ്മുടെ കൊച്ചമ്മണി മനസ്സിൽ പറയുക, രാധമ്മ ഋതിയമ്മോളെ വഴക്ക് പറഞ്ഞെന്നും പറഞ്ഞ് കുറച്ച് എരിവും പുളിയൊക്കെ കൂട്ടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം. മോനെ രാജു, കൊട്ടാരത്തിലെ കൊച്ചാണെന്നുള്ള കാര്യം അങ്ങ് വിട്ടേരെ, സ്വന്തം മോൻ കെട്ടിക്കൊണ്ട് വന്ന കൊച്ചല്ലേ അത്. ഇങ്ങനെയൊക്കെ അതിനെ പറയാവോ? അമ്മ എന്തു പറഞ്ഞെന്നാ? അയ്യോ, ഇനി പറയാനൊന്നുമില്ല. എൻ്റെ രാജുമോനെ, ഞാനും ഒരു അമ്മായിയമ്മയാണ്, എന്നാലും എൻ്റെ മരുമോൾ പ്രിയയെ ഞാൻ ഇത്രയൊക്കെ ചീത്ത വിളിച്ചിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും രാജുവിൻ്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷനുമില്ല. കൊച്ചമ്മണി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് രാജുവിനെ നോക്കിയിട്ട്, ഏറ്റില്ലല്ലോ, നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയല്ലോ എന്നും പറഞ്ഞ് കൊച്ചമ്മണി അങ്ങ് പോവുകയാണ്. അപ്പോഴങ്ങോട്ട് ഋതിക വരുന്നുണ്ട്. ഋതികയോട് രാജു ചോദിക്കുന്നു, അമ്മ വഴക്ക് വല്ലതും പറഞ്ഞോ മേഡത്തിന്? ഇല്ല രാജു, ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നാലേ അളിയൻ്റെ അമ്മയെ പടപിടിക്കാൻ മിടുക്കിയ എന്ന് പറഞ്ഞിട്ട് രാജു അകത്തോട്ട് കയറി പോകുന്നുണ്ട്. ഋതിക അവിടെ ഇരുന്ന് ആകെ വിഷമിക്കുവാണ്. എന്തെല്ലാം പ്രതീക്ഷകളോടെയാണ് രാജുവിനെ വിവാഹം കഴിച്ചിങ്ങോട്ട് വന്നത്. രാധമ്മയ്ക്ക് എന്തോരം സ്നേഹമായിരുന്നു ഋതികയെ. ഇവിടെ എല്ലാവരും എന്നെയും രാജുവിനെയും കൂട്ടിയോജിപ്പിക്കാൻ ഒരുപാട് പാടുപെട്ടവരാണല്ലോ. ഇവർക്കൊക്കെ എന്തു പറ്റി പെട്ടെന്ന് ഇവരെല്ലാവരും എന്നെ ഇങ്ങനെ വെറുക്കാന് എന്നൊക്കെ ഓർത്തിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഋതികയ്ക്ക് സരസ്വതി അമ്മയുടെ ഫോൺ വരുന്നുണ്ട്. അയ്യോ അമ്മാമ്മേ, ഞാനിപ്പോഴങ്ങോട്ട് ചിന്തിച്ചതേ ഉള്ളല്ലോ. മോളവിടെ എന്തെടുക്കുക? ഞാനിവിടെ വെറുതെ ഇരിക്കും അമ്മാമ്മേ. മോക്കവിടെ സങ്കടമൊന്നും ഇല്ലല്ലോ? എന്ത് സങ്കടം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുക അമ്മാമ്മേ. ചങ്ക് പൊട്ടുന്ന വേദനയോടെയാണ് ഋതിക അങ്ങനെ പറയുന്നത്. അല്ല മോളെ, അംബിക ഇവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അവിടെ ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്ന്. ഒരു പ്രശ്നമില്ല അമ്മാമ്മേ. അവിടെ രാജുവിൻ്റെ അമ്മ രാധമ്മ മോളോട് വഴക്കാണെന്നൊക്കെയാണല്ലോ കേട്ടത്. ഇതൊക്കെ ആരാ അമ്മ ഈ നുണയൊക്കെ പറഞ്ഞത്? ഇവിടെ രാധമ്മയും ഞാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ഹൃദയവേദന മുഴുക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഋതിക പറയുന്നു, പണ്ടും ഇപ്പോഴും രാധമ്മ എന്നെ സ്വന്തം മകളെപ്പോലെയാണ് കരുതുന്നത്. ഇപ്പോഴാണ് മോളെ എനിക്ക് സമാധാനമായത്. ഞാൻ വല്ലാതെ ടെൻഷനിലായിരുന്നു. അമ്മാമ്മ ഒരു കാര്യത്തിലും വിഷമിക്കല്ലേ, ഞാനിവിടെ വലിയ സന്തോഷത്തിൽ തന്നെ. ഐ ആം റിയലി ഹാപ്പി അമ്മാമ്മേ. എൻ്റെ മോളിങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഈ അമ്മാമ്മയ്ക്ക് വലിയ സന്തോഷമായി. ഭഗവാനെ, ദൈവത്തിന് 1000 നന്ദി. എന്നാൽ ഇനി അമ്മാമ്മ ഫോൺ വെക്കട്ടെ എന്നും പറഞ്ഞ് സരസ്വതി അമ്മ ഫോൺ വെക്കുമ്പോൾ ഋതിക അത്രയും നേരം അടക്കിപ്പിടിച്ച സങ്കടം പൊട്ടിക്കരയുവാണ്. അംബിക അവിടെ ബെഡ്റൂമിലിരുന്നുണ്ട് ഏതോ ഒരു കിനാവ് കണ്ടുപോലെ ഇങ്ങനെ ഇരിക്കുവാണ്. ദീപൊക്കെ അങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നു, അമ്മ എന്താ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുവാണോ? അതേടാ മോനെ, ഞാൻ പല ഭാവി പരിപാടികളും ഇങ്ങനെ സ്വപ്നം കാണുവാണ്. ആ സ്ത്രീ ഇവിടെ എന്ന് വന്ന് കയറിയോ അമ്മ മറ്റൊരാളായി മാറിക്കഴിഞ്ഞു. അതെന്താടാ ദീപക്കെ നിനക്ക് അങ്ങനെ തോന്നാൻ? അമ്മയുടെ സ്വഭാവവും പെരുമാറ്റമൊക്കെ ആകെ മാറിയിരിക്കുക. എത്ര എനർജറ്റിക് ആയിരുന്നു എൻ്റെ അമ്മ, ഇപ്പോൾ ആകെ മാറി. എടാ, അംബികയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, നിനക്ക് വെറുതെ തോന്നുന്ന അതൊക്കെ. അമ്മേ, എത്ര കോടി മുതലിനെയാ ആ രാജു കൊണ്ടുപോയിരിക്കുന്നതല്ലോ അമ്മയ്ക്കറിയാവോ? നീ ആ ഋതികയുടെ കാര്യമാണോ പറയുന്നത്? പിന്നെ അല്ലാതെ. എടാ, ആ രാജു വന്ന് ഋതികയുടെ കഴുത്തിൽ താലി കെട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലടാ. എൻ്റെ അമ്മ വിചാരിച്ച അവനെ കൊണ്ട് തന്നെ അവൻ കെട്ടിയ താലി പൊട്ടിപ്പിക്കാൻ പറ്റത്തില്ലയോ? അവളെ എത്രയും പെട്ടെന്ന് അവിടുത്തെ ജീവിതം മതിയാക്കി അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. അവളെയും കെട്ടി ജീവിതം ആസ്വദിക്കാനൊന്നും അല്ല ഞാൻ പറയുന്നത്. ആ കോടികൾ നമ്മുടെ കയ്യിൽ വരണം. എടാ ദീപക്കെ, നിനക്ക് നിൻ്റെ അമ്മയെ ശരിക്കറിയത്തില്ല. നാഗമാണിക്യത്തിന് കാവലിരിക്കുന്ന സർപ്പത്തെ പോലെയാടാ ഈ അംബിക ഇരിക്കുന്നത്. ആ മുതലൊന്നും ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. ആ ഋതികയുണ്ടല്ലോ, അവളെ അവിടുന്ന് എല്ലാവരും കൊണ്ട് അടിച്ചിറക്കി പുറത്തിറക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ എല്ലാവരെയും കൊണ്ടും അത് ചെയ്യിപ്പിക്കും. ആ രമ്യയ്ക്ക് വട്ടുപിടിച്ച് പോയതാ നമുക്ക് ആകെ കിട്ടിയ കുഴപ്പം. അവളായിരുന്നു നമ്മളുടെ അവിടുത്തെ ആയുധം. അത് തൽക്കാലത്തേക്കൊന്ന് ഒടിഞ്ഞുപോയി. എന്തായാലും ഞാൻ ആ രുക്മിണിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് അംബിക രുക്മിണിയെ വിളിക്കുന്നുണ്ട്. എന്താ അംബികയെ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അംബിക പറയുന്നു, രമ്യയുടെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. രമ്യയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? അവൾ അങ്ങനെ തന്നെ ഇരിക്കുക അംബികയെ. അവൾ ആകെ തകർന്നു പോയില്ലേ? ഞാനിപ്പം മരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയിരിക്കുക. പേടിക്കണ്ട, അതൊക്കെ പതുക്കെ അങ്ങ് മാറിക്കോളും. അതിരിക്കട്ടെ രുക്മിണി, രാജുവിൻ്റെ വീട്ടിലെ വിവരം വല്ലതും അറിഞ്ഞോ? ആ നന്ദി കെട്ടവൻ്റെ കാര്യം കേൾക്കുമ്പം തന്നെ എനിക്ക് കലിയ. അതല്ല രുക്മിണി, രാജുവും ഋതികയുടെ കല്യാണ ജീവിതം എങ്ങനെയാണെന്ന് വല്ലതും അറിയാവോ? ആ വീടിന്ന് നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുകപ്പുരയാണ്. അവിടെ എപ്പോഴാണ് തീ പിടിക്കുന്നതെന്ന് ദൈവത്തിനേ അറിയാവുള്ളൂ. ആ ഋതികയെ രാധമ്മയും പെമ്മക്കളും ഒന്നും അംഗീകരിച്ചിട്ടില്ല. ഒരലവലാതി പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ കൊച്ചമ്മണി, അവരാ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാശിനോടും ആഹാരത്തിനോടും വല്ലാത്ത ആർത്തിമൂത്ത ഒരു പെണ്ണുമ്പിള്ളയത്. ഋതിക ആ പെണ്ണുമ്പിള്ളയ്ക്ക് കാശ് വാരി കൊടുക്കുന്നുണ്ട്.
അത് ശരി, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കൊച്ചമ്മണിയെ ഞാൻ ശരിയാക്കി കൊടുത്തോളാം. രുക്മിണി ഫോൺ വെക്ക്. അംബിക രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവാണ്. ആരോട്? നമ്മുടെ കൊച്ചമ്മണിയുടെ അടുത്ത്. എടാ മോനെ ഋതികേ, അവിടെ കാശിറക്കിയാടാ ആളാവുന്നത്. അതിനുള്ള മറുമരുന്ന് ഞാൻ കണ്ടിട്ടുണ്ടടാ. എന്ത് മറുമരുന്ന് അമ്മ ചെയ്യാൻ പോന്നു? അതൊക്കെ നീ കണ്ടോടാ അമ്മ ചെയ്യാൻ പോന്നത്. ഋതികയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്താലേ അത് വല്യമ്മാവന് ഇഷ്ടപ്പെടുവോ അമ്മേ? എന്തുവായാലും മകളല്ലേ, അങ്ങനെയൊക്കെ അമ്മാവൻ ചെയ്യുമോ? എടാ അവന് മകളല്ല, എന്തിനേക്കാളും വലുതാണ് അവൻ ഈ ചേച്ചി. അവൻ്റെ മനസ്സിലെ അങ്ങനൊരു ദേവി വിഗ്രഹമായി എന്നെ ഞാനങ്ങ് ഉറപ്പിച്ചിരിക്കുക. അതുകൊണ്ടല്ലേടാ മോനെ അവൻ്റെ മോളെ പോലും അവനൊരു വിളിപ്പാടകലം മാറ്റി നിർത്തിയിരിക്കുന്നത്. ഇത് വല്ലതും നിനക്കറിയാവോടാ? എനിക്കെല്ലാം അറിയാവേ. ഞാൻ പറഞ്ഞു വരുന്നത് വല്യമ്മാവനൊരു മുഷിച്ചിലുണ്ടാകാൻ പാടില്ല. അതുകൊണ്ടെല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഓ, നിൻ്റെ അഡ്വൈസ് ഒന്നും എനിക്ക് ആവശ്യമില്ലടാ, അതൊക്കെ എനിക്കറിയാം. പ്രതാപൻ്റെ മനഃശാസ്ത്രം അറിയാവുന്നത് ഞാനല്ലേ. അയ്യോ, അംബികാവർമ്മ മനഃശാസ്ത്രയാന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയമ്മേ. മതിയടാ നിൻ്റെ കളിയാക്കൽ. നീ ഒന്ന് മിണ്ടാതിരിക്കുക, ചിലപ്പോൾ അവനിങ്ങോട്ട് വന്നേക്കും. ഞാൻ എങ്ങനെയാണ് സൈക്കോളജിക്കലായിട്ട് പെരുമാറുന്നതെന്ന് നീ വേണമെങ്കിലും ഒന്ന് കണ്ടു പഠിച്ചോ. പ്രതാപനപ്പം അങ്ങോട്ട് വന്നിട്ട് അംബികയോട് ചോദിക്കുന്നു, രാജു ഇന്നിവിടെ വന്നായിരുന്നോ ചേച്ചി? വന്നിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ ജോലിക്കൊന്നും വരണ്ടെന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അവനങ്ങ് തിരിച്ചുപോയി. അല്ല, അവൻ ഓഫീസിലോട്ട് വന്നു? ഇല്ല, വന്നില്ല. പ്രതാപ, ഞാനൊരു കാര്യം പറയാനാ നിന്നെ ഇവിടെ കാത്തിരുന്നത്. അതെന്താ ചേച്ചി? താടക ഭയങ്കര അഭിനയത്തോടെ പറയുവാണ്, ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ള അവളെ, ഞാൻ വളർത്തിയതാ അവളെ, അതുകൊണ്ട് അവിടെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചേച്ചി കാര്യം എന്താന്ന് വെച്ചാൽ പറ. ഞാൻ ഋതിയുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് ഫ്രീസ് ചെയ്യിപ്പിച്ചു. പ്രതാപൻ്റെ മുഖം അങ്ങ് മാറി. അത് കണ്ടുകൊണ്ട് അംബിക ചോദിക്കുന്നു, എന്താ പ്രതാപ, അതിൽ വല്ല കുഴപ്പമുണ്ടോ? അത് വളരെ മോശമായിപ്പോയി ചേച്ചി. കല്യാണം കഴിപ്പിച്ച് വിട്ട ഉടനെ അത് ഉടനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. ഞാനങ്ങനെ ചെയ്തതിൽ ഒത്തിരി കാരണങ്ങളുണ്ട് പ്രതാപ. 100% അത് അവളുടെ ഭാവിക്ക് വേണ്ടി മാത്രമാണ്. എന്നാലും ചേച്ചി അതിൻ്റെ ആവശ്യം തൽക്കാലം ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം അവൾക്ക് നേരിടേണ്ടി വന്നാൽ അപ്പോൾ അവൾ രാജുവിനെ ഡിപ്പെൻഡ് ചെയ്യണ്ടേ? അവളുടെ അക്കൗണ്ട് നമ്മൾ ഫ്രീസ് ചെയ്യിപ്പിച്ചു എന്ന് രാജു പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് നമുക്കല്ലേ ചേച്ചി? അവൾ ഒന്നുമില്ലാത്തവളൊന്നും അല്ലല്ലോ. ഈ കാണുന്ന സ്വത്തുക്കളെല്ലാം പോരാത്തിന് സൂര്യമംഗലത്തെ സ്വത്തും എല്ലാം അവൾക്കുള്ളതല്ലേ. കോടീശ്വരിയാ എൻ്റെ മോള്. അവളുടെ മൊബൈലൊന്ന് റീചാർജ് ചെയ്യണമെങ്കിൽ അവൾ എന്തു ചെയ്യും? അത് നമുക്ക് നാണക്കേടാ ചേച്ചി. അതിലുപരി അവൾ വിഷമിക്കുകയും ചെയ്യും. അംബിക ഒരിക്കലും വിചാരിച്ചില്ല പ്രതാപൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. അംബികയുടെ മനസ്സ് ദേഷ്യം എരഞ്ഞു പൊങ്ങുവാണ്. അവൾ മനസ്സിൽ പറയുക, ആഹാ, അവൾ വിഷമിക്കുന്നതൊക്കെ ഇപ്പം നിനക്ക് വിഷമമായി തീർന്നോ? ഞാൻ ശരിയാക്കി തരുന്നുണ്ടടാ നിനക്ക്. പെട്ടെന്ന് അവൾ ചിരിച്ചിട്ട്, ഋതുമോളുടെ സ്വഭാവം പ്രതാപ നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ്. വലിയ ധാരാളിയാ അവള്. രാജുവിൻ്റെ വീട്ടിലെ പ്രാരാബ്ധം കണ്ടേ അവൾ പണം വാരിക്കോരി ചെലവാക്കും. അതിനെന്താ ചേച്ചി, ചെലവാക്കട്ടെ. അവൾ സമ്പത്തുള്ളവളല്ലേ, കടം മേടിച്ചല്ലല്ലോ ചെലവാക്കുന്നത്. നിനക്ക് കാര്യം മനസ്സിലാകാത്തോണ്ടാ പ്രതാപ. പണം വാരി കൊടുത്തല്ല മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കേണ്ടത്. അതൊക്കെ നല്ല പെരുമാറ്റം കൊണ്ടും സ്വഭാവ മഹിമ കൊണ്ടുവാ. അങ്ങനെ ഋതിക മറ്റുള്ളവരുടെ മനസ്സിൽ ഒരു മഹാലക്ഷ്മിയെ പോലെ ആവണ്ടേ? അതിനിപ്പോൾ അവിടെ എന്താ ചേച്ചി പ്രശ്നം? രാജുവിൻ്റെ വീട്ടിൽ അവളെ അവിടെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അവർക്കൊക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. ഋതികയുടെ കയ്യിൽ പണമില്ലാതിരിക്കുന്നതാണ് ഇപ്പോൾ അവൾക്ക് നല്ലത്. അവളൊരു കുടുംബജീവിതം തുടങ്ങിയിട്ടല്ല ഉള്ളു. ആരംഭത്തിൽ തന്നെ പരുക്ക് പറ്റരുത് പ്രതാപ. പെട്ടെന്ന് കണ്ണുനീരൊക്കെ വരുത്തിക്കൊണ്ട് അംബിക പറയുന്നു, എൻ്റെയും മകളല്ലേ അവൾ. അത് കണ്ടപ്പോഴേ ദാ വീണ് നമ്മുടെ പ്രതാപൻ. ചേച്ചി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്തൊരു നന്മ കാണുമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞാൽ പൊട്ടൻ പ്രതാപൻ മന്ത്രി അങ്ങ് പോയി. ഇപ്പം നിനക്ക് മനസ്സിലായോടാ ദീപക്ക ഈ അമ്മ ആരാന്ന്? ഇങ്ങനെയാ ഈ പൊട്ടനെ കൈകാര്യം ചെയ്യേണ്ടത്. എൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ അമ്മയ്ക്ക് ഇത്രയധികം കഴിവൊക്കെ ഉണ്ടെന്ന്. സമ്മതിച്ചിരിക്കുന്നമ്മേ. രാധമ്മ അടുക്കളയിൽ എന്തോ ചെയ്യുവാണ്. പ്രിയയും കൂടെ നിൽപ്പുണ്ട്. ആ കൊച്ചമ്മണി അങ്ങോട്ട് വരുന്നത് കണ്ടുകൊണ്ട് പ്രിയ രാധമ്മയോട് പറയുന്നു, ദോ തള്ള വരുന്നുണ്ട്. ഇന്ന് വെജിറ്റേറിയൻ ആണെന്ന് അറിയുമ്പോൾ തള്ള ഈ വീടൊന്ന് പൊളിച്ചടുക്കും. കൊച്ചമ്മണി നല്ല മോഡേൺ ഡ്രസ്സിലാണ് വരുന്നത്. അത് കണ്ടിട്ട് രാധമ്മ പറയാം, ഇവർക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറിക്കൂടെ? ഒരു സാരിയോ നൈറ്റിയോ വല്ല ഇട്ട് നടന്നുകൂടെ? ആ ആൾക്കാരെ കൊണ്ടുവരൊന്ന് പറയിപ്പിക്കാൻ. ഇവരെ കണ്ട സർക്കസ് കൂടാരത്തിലെ കോമാളിയെ പോലുണ്ട്. എന്തൊരു അവതാരം അല്ലേമ്മേ. രാധമ്മ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുവാണ്. അത് കണ്ടുകൊണ്ട് കൊച്ചമ്മണി ചോദിക്കുന്നു, ഇന്നെന്താ ചപ്പാത്തിക്ക് കറി? പെട്ടെന്ന് പ്രിയ പറയാം, പയറുകറി. പയറുകറിയും കഞ്ഞിയും വിളമ്പാൻ ഇതെന്താ പള്ളിക്കൂടവോ? എനിക്ക് പയറുകറിയും പരിപ്പൊന്നും പറ്റത്തില്ല. ഫ്രിഡ്ജിൽ ചിക്കൻ ഇരിപ്പുണ്ടല്ലോ, അതങ്ങോട്ട് എടുത്ത് കറി വെക്ക്. ഋതിക അപ്പോൾ അകത്തുനിന്ന് വരുന്നത് കൊച്ചമ്മണി കാണുന്നുണ്ട്. ആ, ഋതിക വരുന്നുണ്ട്. ഇത് അവിടെ പെടലിക്ക് വെക്കാം. അങ്ങനെ ചിക്കനും തിന്നാം, വഴക്കും കാണാം.
അതെ, നല്ല ആഹാരം തിന്ന് വളർന്ന കൊച്ചാ അത്. നിങ്ങളെപ്പോലെ വാഴപ്പിണ്ടിയും മടലും തിന്ന് വളർന്ന നല്ലത്. വേണ്ട, ഞാൻ മര്യാദയ്ക്ക് പറയാം, വേഗം ചിക്കൻ ഉണ്ടാക്ക് എന്ന് പറഞ്ഞിട്ട് കൊച്ചമ്മണി അങ്ങ് ചാടിത്തുള്ളി പോവുകയാണ്. പ്രിയ പറയാ, ഇതൊക്കെ അവൾക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടേ എൻ്റെ അമ്മായിയമ്മയെ കൊണ്ട് പറയിപ്പിക്കുന്നതാ. ഇവള് ഭയങ്കര തന്നെ അമ്മേ, ഇവള് ഭയങ്കര തന്നെ ആയതുകൊണ്ടാണല്ലോടി മോളെ ഓടും പൊളിച്ചു വന്ന് ഇറങ്ങിയത്. ഋതിക അങ്ങോട്ട് വന്ന് രാധമ്മയോട് പറയുക, രാധമ്മേ ഇതൊക്കെ ചെയ്യാൻ ഞാനിവിടെ സഹായിക്കട്ടെ. ഞാനിതൊന്നും ചെയ്ത് ശീലിച്ചിട്ടില്ല. ഇതൊക്കെ ചെയ്യാനായിട്ട് കിച്ചണിലോട്ട് ചെന്നാൽ യാമിനി ചെറിയമ്മ ഒന്നും ചെയ്യിപ്പിക്കത്തുമില്ല. പ്രിയ സവാള പൊളിക്കുന്ന കണ്ടുകൊണ്ട് ഋതിക ചോദിക്കുന്നത്, ഈ സവാള എന്ത് കറി വെക്കാനാ പ്രിയേച്ചി? അത് കേട്ടപ്പോൾ രാധമ്മ തുള്ളിക്കൊണ്ട്, ഋതികെ ഞാനും ഇവളും വെറും പൊട്ടിയാണെന്ന് നീ കരുതരുത്. ചിക്കൻ കറിയെ കഴിക്കത്തുള്ളെങ്കിൽ അത് നേരിട്ട് പറഞ്ഞോണം, അല്ലാതെ ജയൻ്റെ അമ്മയെ ചാക്കിട്ട് പിടിച്ച് അവരെ കൊണ്ടല്ല പറയിക്കേണ്ടത്. അത് കേട്ട് ഋതിക അങ്ങ് അമ്പരന്ന് പോയി. അയ്യോ രാധമ്മ എന്തോ ഈ പറയുന്നത്? ഞാൻ ആരെക്കൊണ്ട് ഒന്നും പറയിപ്പിച്ചിട്ടില്ല. നീ വലിയ പുണ്യമതിയാകാനൊന്നും നോക്കണ്ട. നീ പുണ്യമതി ആയതൊക്കെ ഞങ്ങൾ കണ്ടോണ്ടിരിക്കുമല്ലയോ. രാധമ്മയുടെ ഈ ഒച്ചയും ബഹളവും കേട്ട് വേണുവേട്ടനും രാജുവും കൂടെ അങ്ങോട്ട് വരുവാണ്. ഒച്ചമ്മണി മറിഞ്ഞതൊക്കെ കാണുന്നുണ്ട്. അവരവിടെ കിടന്ന് അടിക്കട്ടെ. ഞാനെങ്ങാണ് ഇപ്പം അങ്ങോട്ട് ചെന്നാലേ ആ മരങ്ങോടം വേണു എന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. ഋതികയെ നിന്നോട് ആദ്യവും അവസാനമായിട്ട് ഞാൻ പറയുക, നിന്റെ ഈ വിളച്ചിലും അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അതൊക്കെ നീ മറ്റുള്ളവരുടെ അടുത്ത് ചിലവാക്കിയാൽ മതി. ഇത് കേട്ട് രാജു അങ്ങ് ഞെട്ടി നിൽക്കുവാണ്. അച്ഛാ എന്തോ ഈ അമ്മ പറയുന്നത്? എന്തമ്മേ, എന്തുവാ അമ്മ പറയുന്നത്? എന്തിനാ ഋതിക മേഡത്തോണ്ട് അമ്മയ്ക്ക് ഇത്ര വലിയ ശത്രുത? ഓ അവൻ്റെ ഒരു ഋതിക മേഡം, അതൊക്കെ ഋതിക മേഡമൊക്കെ നിനക്കാടാ. ഇവള് എൻ്റെ ഈ വീടിൻ്റെ ഒരു ശാപമാ. അത് കേട്ട് ഋതിയെ അങ്ങ് സ്തംഭിച്ച് നിൽക്കുവാണ്. വേണുവേട്ടൻ പറയുന്ന, രാധേ നിൻ്റെ നാക്ക് നീ തളച്ചില്ലെങ്കിൽ ഈ വീട്ടിൽ പലതും നടക്കും. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഋതിക അകത്തോട്ട് ഓടുവാണ്. രാജു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രാധമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. രാധമ്മയുടെ ഉള്ളിൽ നിറച്ച് ഇത്രയ്ക്ക് വിഷമുണ്ടായിരുന്നോ? എന്തോരം സ്നേഹാഭിനയമായിരുന്നു. ഇപ്പോൾ കൊച്ചമ്മണി പറയുന്നത് പോലെ ഈ രാധമ്മ ഇനി രുക്മിണിയുടെയും രമ്യയുടെയും നിന്ന് വല്ലതും നേരത്തെ വാങ്ങി പറ്റിയോ? കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഋതികയുടെ അടുത്തോട്ട് രാജു ചെന്നിട്ട് പറയുന്നു, കരയാതെ മേഡം, മേഡത്തിൻ്റെ കരച്ചിലും സങ്കടമൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധമാണ്. മേഡം ഇവിടെ ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അംബിക മേഡം അവിടെ മേഡത്തിനോട് വഴക്കിട്ടിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴൊക്കെ ആശ്വസിപ്പിക്കാനായിട്ട് യാമിനി മേഡവും ശേഖർ സാറും അപ്പും ഒക്കെ ഉണ്ടായിരിക്കും. ഋതിക വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ട് രാജുവിനോട് പറയുന്നു, രാധമ്മയ്ക്ക് പണ്ടെന്നെ ജീവനായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞില്ലേ മേഡം? ആ രമ്യയും രുക്മിണി ആൻറ്റിയും കൂടെ അമ്മയുടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും പെരുമാറുന്ന ആളായിരുന്നില്ല. പെട്ടെന്ന് ഋതിക കണ്ണു തുടച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് സങ്കടമില്ല രാജു. മേഡത്തിന് സങ്കടമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മേഡത്തിൻ്റെ മനസ്സ് കല്ലൊന്നും അല്ലല്ലോ. ആർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നതൊക്കെ. ഇത്തരം പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാനൊരു മരപ്പാവയെ പോലെ നടന്നത് മേഡം എന്നും പറഞ്ഞ് പാവൻ രാജുവും പൊട്ടിക്കരയുവാണ്. യാതൊരു വികാരം പോലും ഇല്ലാത്തവനെ പോലെ. മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഞാൻ വെറും ഒരു ഫൂളാ. ഇവൻ എന്തൊരു മനുഷ്യനെന്ന് മറ്റുള്ളവർ ചിന്തിച്ചേക്കാം. പ്രേമിച്ചതും കല്യാണം കഴിച്ചതും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ, അത് നല്ലവരിൽ നല്ലവനായ ഒരു മന്ത്രിയുടെ ഏക മകൾ, എല്ലാ സൗഭാഗ്യങ്ങളും. എന്നിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പ്രേമിക്കാനോ ഒന്നുള്ളു തുറന്ന് സ്നേഹിക്കാനോ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ പ്രേമിക്കുന്നവർക്കും കല്യാണം കഴിക്കുന്നവർക്കൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് ചോദിച്ചേക്കാം. പക്ഷേ എനിക്കത് പറ്റുന്നില്ല. എനിക്ക് പ്രേമം എന്താണെന്ന് അറിയില്ല. കരഞ്ഞോണ്ട് രാജു പറയുക, കാരണം എൻ്റെ ചുറ്റുപാടുകൾ ഇതാണ് മേഡം. ഒരു പക്ഷേ ഞാനൊരു സൈക്കോയോ മെൻ്റൽ പേഷ്യൻറ്റോ മറ്റോ ആയിരിക്കാം. അത് കേട്ട് ഋതിയെ അങ്ങ് കരയുവാണ്. എന്ത് ചെയ്യാനാ മേഡം, എൻ്റെ സ്ഥിതി ഇതായിപ്പോയി. രാജു, ഞാൻ കരഞ്ഞ ഒന്നും കാര്യമാക്കണ്ട. രാജു ഇതൊക്കെ അങ്ങ് വിട്ടേക്ക്. രാജുവിൻ്റെ കൈ പിടിച്ചിട്ട് ഋതിക പറയുന്നു, എനിക്ക് ഒരേ ഒരു റിക്വസ്റ്റേ ഉള്ളൂ. രാജു രാധമ്മയോട് പിണങ്ങരുത്. പെട്ടെന്ന് രാജുവും കരഞ്ഞുകൊണ്ട് പറയുക, എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ഞാൻ മേഡത്തിനോട് മാപ്പ് ചോദിക്കുന്നു. സോറി മേഡം എന്ന് പറയുമ്പോൾ ഋതിക എന്താ രാജു ഇങ്ങനെ പറയുന്നത് എന്നും പറഞ്ഞ് രാജുവിൻ്റെ മാറിലോട്ട് ചായുവാണ്. രാജു ഇങ്ങനെ ഋതിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാജുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അവരുടെ പ്രണയം അങ്ങനെ പൂവണിയുമോ? അംബിക ചെയ്ത കൊടും ക്രൂരത പ്രതാപൻ തിരിച്ചറിയുമോ? സരസ്വതി അമ്മ അതെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരും എന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.